പെയ്തൊഴിയാത്ത കർക്കിടക മഴയിൽ ശരീരവും മനസ്സും ഒരുപോലെ തളരുമ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് കരുത്തേകാൻ പ്രകൃതി നമ്മുടെ തൊടിയിൽ തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന ഔഷധക്കൂട്ടുകളാണ് ദശപുഷ്പങ്ങൾ. കർക്കിടക മാസത്തിലെ ഔഷധക്കൂട്ടുകളായും ധനുമാസത്തിലെ തിരുവാതിരയിൽ പാതിരാപ്പൂവ് ചൂടുന്നതിൻ്റെ ഭാഗമായും മംഗളകർമ്മങ്ങളിൽ നിറസാന്നിധ്യമായും കേരളത്തിൻ്റെ സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും ഇഴചേർന്ന് കിടക്കുന്നവയാണ് ദശപുഷ്പങ്ങൾ. വെറുമൊരു കളിയായി നാം ചവിട്ടിമെതിക്കുന്ന ഈ 10 ചെടികൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. മുക്കുറ്റിച്ചാന്തിന് പേരുകേട്ട സസ്യമാണ് മുക്കുറ്റി. കുഞ്ഞൻ മഞ്ഞപ്പൂക്കളും കൊച്ചൊരു പനിയെ ഓർമ്മിപ്പിക്കുന്ന വളർച്ചാരീതിയുമാണ് ഇതിൻ്റെ പ്രത്യേകത. കർക്കിടകത്തിലെ ആചാരങ്ങളിൽ ഉപയോഗിക്കുന്നതിനൊപ്പം മുക്കുറ്റി ലേഹ്യം പോലുള്ള പരമ്പരാഗത ഔഷധ നിർമ്മാണങ്ങളിലും ഇതിന് സ്ഥാനമുണ്ട്. കേശ സംരക്ഷണത്തിന് ഏറെ പ്രസിദ്ധമായ ഔഷധ സസ്യമാണ് കയ്യോന്നി. ചെറിയ വെളുത്ത പൂക്കളാണ് ഇതിന്റെ പ്രത്യേകത. കേശതൈലങ്ങളിലും വിവിധ ആയുർവേദ ഔഷധക്കൂട്ടുകളിലും പ്രധാന ചേരുവയായി കയ്യോന്നി ഉപയോഗിച്ചു വരുന്നു. ചാരപ്പച്ച നിറമുള്ള ഇലകളും കുഞ്ഞൻ വെള്ളപ്പൂക്കളുമാണ് ചെറുള്ളിയുടെ പ്രത്യേകത. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനും വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിനുമായി ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. അത്ര ആകർഷണമൊന്നുമില്ലെങ്കിലും ഔഷധ ഗുണങ്ങളാൽ ശ്രദ്ധേയമായ സസ്യമാണ് പൂവാങ്കുറുനില. പിങ്ക് കലർന്ന വയലറ്റ് പൂക്കളാണ് ഇതിന്റെ പ്രത്യേകത. ഇലയും വേരും പൂവും പരമ്പരാഗത ചികിത്സകളിലും പ്രകൃതിദത്ത കൺമഷി നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു. വള്ളിയായി പടർന്നു വളരുന്ന ഉഴിഞ്ഞിയുടെ പൂക്കൾ ചെറുതാണെങ്കിലും ബലൂൺ പോലെയുള്ള പ്രത്യേകതയാർന്ന കായ്കൾ ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വാദസംബന്ധമായ അസ്വസ്ഥതകൾക്ക് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഔഷധ സസ്യമാണിത്. മുയലിന്റെ ചെവിയെ ഓർമ്മിപ്പിക്കുന്ന ഇലകളാണ് ഈ സസ്യത്തിന് മുയൽ ചെവിയൻ എന്ന പേര് നൽകിയത്. ഇളം പിങ്ക് നിറത്തിലുള്ള കുഞ്ഞൻ പൂക്കൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. നേർത്ത തണ്ടുകളും നീളമുള്ള ഇലകളുമാണ് കറുക്കയുടെ പ്രത്യേകത. രൂപത്തിൽ മെലിഞ്ഞതാണെങ്കിലും അതിന്റെ കരുത്ത് അതിശയിപ്പിക്കുന്നതാണ്. ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ സമ്പന്നമാണ് കറുക്ക. കുഞ്ഞൻ നീലപ്പൂക്കളുടെ ഭംഗിയാൽ ശ്രദ്ധേയമായ വിഷ്ണുക്രാന്തി നിലം പറ്റി വളരുന്ന ഒരു സസ്യമാണ്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഔഷധ സസ്യമാണിത്. ഔഷധ ഗുണമുള്ള കിഴങ്ങിനാൽ പ്രശസ്തമാണ് നിലപ്പന. നീളമുള്ള ഇലകളും മഞ്ഞപ്പൂക്കളുമാണ് ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നതിനായി ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലിയ പൂവുള്ള സസ്യമാണ് തിരുതാളി. ഹൃദയാകൃതിയിലുള്ള ഇലകളോടുകൂടിയ ഈ വള്ളി എളുപ്പത്തിൽ തിരിച്ചറിയാം. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. ഈ കുഞ്ഞു സസ്യങ്ങൾ വെറും ചെടികളല്ല, പ്രകൃതി നമ്മുടെ ജീവിതത്തിനായി തൊടിയിൽ തന്നെ കാത്തുവച്ചിരിക്കുന്ന പച്ചപ്പിന്റെ നിധികളാണ്. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ വിസ്മൃതിയിലേക്ക് മറിഞ്ഞു പോകുന്ന ഈ ദശപുഷ്പങ്ങളെ തിരിച്ചറിയാനും വരും തലമുറയ്ക്കായി സംരക്ഷിക്കാനും നമുക്ക് ശ്രമിക്കാം. ഈ കർക്കിടകത്തിൽ നമ്മുടെ പാരമ്പര്യത്തോടും പ്രകൃതിയോടുമുള്ള ആദരവായി ഈ ഔഷധ പച്ചപ്പുകളെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. മുറ്റത്തെ ഒരു ചെറിയ കോണിലെങ്കിലും ഇവ വീണ്ടും തളിർക്കട്ടെ. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.